ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ പറയേണ്ട മറ്റൊരു പാർട്ടി 2020 ആണ്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സെലിബ്രിറ്റികളെയൊക്കെ മത്സര രംഗത്തിറക്കിയുള്ള നീക്കത്തിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടലായിരിക്കുകയാണ് 2020. ലക്ഷ്മി പ്രിയയ്ക്ക് പിന്നാലെ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി വീണ നായർക്കും വോട്ടില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ മത്സരത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് ഇരുവരും അറിയിച്ചു. സാങ്കേതിക പിഴവാണ് സംഭവിച്ചതെന്നും പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തിരിച്ചടിയായി കാണുന്നില്ല എന്നും 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത 2 നടിമാരെയാണ് 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച് വെട്ടിലായത്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിരുന്ന ലക്ഷ്മി പ്രിയയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന് മനസ്സിലായത് റോഡ് ഷോയ്ക്ക് തൊട്ടു മുൻപാണ്. സാങ്കേതിക കാരണങ്ങളാലാണ് വോട്ട് ഇല്ലാതായത് എന്നും മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്നും ലക്ഷ്മി പ്രിയ പറഞ്ഞു. വോട്ടില്ല എന്നത് ശരിയാണ്. കാരണം അത് ഒരു അഡ്രസ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കൽ എറർ കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ലക്ഷ്മി പ്രിയയ്ക്ക് പകരം കോൺഗ്രസ് പെരുമ്പാവൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ജിബി പാത്തിക്കലിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പെരുമ്പാവൂരിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഏറ്റുമാനൂരിൽ പ്രഖ്യാപിച്ച വീണ നായർക്കും വോട്ടില്ല എന്ന് 2020 മനസ്സിലാക്കിയത്. പേര് ചേർക്കാൻ വീണ നായർ കളക്ടറെ അടക്കം കണ്ടെങ്കിലും നടന്നില്ല. തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയാണെന്ന് വീണ നായരും വ്യക്തമാക്കി. ഞാൻ ഓൾറെഡി ചങ്ങനാശ്ശേരിയിലാണ് ലാസ്റ്റ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ 2021 ഞാൻ ദുബായിലായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴെൻ്റെ വിശ്വാസം ചങ്ങനാശ്ശേരി ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്കവിടെ വോട്ടുണ്ട്, അപ്പോൾ ഇതിനകത്ത് നമ്മളിനി വേറെ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നൊരു തോട്ട് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ വിളിച്ച് ഇത് 17-ാം തീയതിയാണ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അവർ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നതും ചിന്തിക്കുന്നതുമല്ല. ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് എന്നും വോട്ടില്ലാത്തവരെ പ്രഖ്യാപിച്ചത് പരാജയമായി കാണുന്നില്ല എന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ഞങ്ങൾ വളരെ ചെറിയൊരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഡൽഹിക്ക് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഈ കേരളത്തിൽ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഞങ്ങൾ ഇന്നത്തോട് കൂടിയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും പൂർണ്ണമായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. 2020 കൂടുതൽ സീറ്റ് നൽകിയതിലും നിർണായകമായ തൃപ്പൂണിത്തുറ സീറ്റ് നൽകിയതിലും BJPക്കുള്ളിൽ കടുത്ത അമർഷം പുകയുകയാണ്. ഇതിനിടെയാണ് വോട്ടില്ലാത്ത നടിമാരെ 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.